ദേ നമ്മുടെ സ്വന്തം മത്തൻ. അയ്യാ, കണ്ടോ മത്തൻ? ഹായ്, ഡ്രൈവ് ഡെലീഷ്യയുടെ മറ്റൊരു ഔട്ട്ഡോർ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും നമ്മൾ ഡ്രൈവ് ഡെലീഷ്യയുടെ സ്വന്തം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മത്തൻ ബീഫ് ബാർബിക്യൂ. നമ്മുടെ വീട്ടിൽ കുറച്ച് മത്തൻ കായ്ച്ചിട്ടുണ്ട്. അത് വെച്ചൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഇങ്ങനൊരു ഐഡിയ കിട്ടിയത്. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണിത്. മത്തനുള്ളിൽ ബീഫും ചീസും ടൊമാറ്റോയും ക്യാപ്സിക്കവും എല്ലാം കൂടെ ഒരു കളർഫുൾ ആൻഡ് റിച്ച് ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇന്നത്തേത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ മത്തൻ കായ്ക്കുന്നുണ്ടെങ്കിലും അതൊന്നും കിട്ടുന്നില്ല. നമ്മുടെ പുറയിൽ കുറച്ച് പേര് നിൽപ്പുണ്ട്. അവർ വന്നിട്ട് ഇതെല്ലാം അടിച്ചുകൊണ്ട് പോകും. ഒരൊറ്റ എണ്ണം പോലും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തേത് ഭാഗ്യത്തിന് അതിങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു. നമ്മുടെ ഒരു ആർച്ച് പോലെ ഒരു ചെടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന മത്തൻ നേടിച്ചിടാൻ വരുന്നുള്ളൂ. എപ്പോഴാണ് കുറേ നെടി കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പണ്ടൊക്കെ അമ്മച്ചി ഓലോലിക്ക വൈനിടുമായിരുന്നു. അപ്പം മുറ്റത്തൊരു ഷീറ്റ് വിരിച്ചിട്ട് നമ്മുടെ ഈ ഓലോലിക്ക വീഴുന്നതെല്ലാം പെറുക്കിയെടുത്ത് അത് കഴുകി വൃത്തിയാക്കി വൈനിടുമായിരുന്നു. പിന്നെ ചാമ്പയ്ക്ക ആണെങ്കിലും നമ്മൾ ഇഷ്ടംപോലെ പറിച്ച് കഴിക്കാനൊക്കെ കിട്ടുമായിരുന്നു നേരത്തെ. പക്ഷേ ഇപ്പോൾ ഹ്യൂമാർ വന്നാൽ പിന്നെ ഒറ്റ ഒരെണ്ണം കിട്ടത്തില്ല. നിലത്ത് വരുന്നത് മുഴുവനും അവർ തിന്നും. ചെറിയ ചാമ്പയിലൊക്കെ ഉള്ളതാണെങ്കിൽ അവർ കയറി അതിൽ നിന്ന് അടിക്കും. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. ആദ്യം നമുക്ക് മത്തനകത്ത് സ്റ്റഫ് ചെയ്യാനുള്ള ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. ഉപ്പും കുരുമുളക് പൊടിയും ഗാർലിക്കും കൂടെ അതിനകത്തിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പം നമുക്ക് ഗാർലിക്ക് പൊളിച്ച് തുടങ്ങാം. അപ്പം നമ്മുടെ ബീഫിനകത്ത് കുരുമുളക് പൊടിയും വെളുത്തുള്ളി അരച്ചത് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടി ഇളക്കാം. നമുക്കിതിനി വേവിക്കാൻ വേണ്ടി കുക്കറിനകത്തോട്ട് വെക്കാം. അപ്പം നമ്മുടെ ബീഫ് വേവിക്കാൻ വെക്കാം. അതിനകത്ത് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്, വേകാൻ ആവശ്യത്തിനുള്ള. അപ്പം നമ്മുടെ മത്തൻ കത്തിക്കാനുള്ള വിറക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബീഫായി കാണും. നമുക്കൊന്ന് നോക്കാം. ബീഫ് വെന്തിട്ടുണ്ട്. അതൊന്ന് നമുക്കിനി പറ്റിച്ചെടുക്കണം. കുറച്ച് കറിവേപ്പില ഇടയും. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട്. കുറച്ച് കരിവേപ്പിലയും കൂടി ഇതിനകത്തിടാം. നല്ലപോലെ കുരുമുളക് തട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കുരുമുളകിൻ്റെ. അപ്പം നമ്മുടെ ബീഫ് റെഡിയായി. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഞാനിവിടെ കുറച്ച് പൊട്ടറ്റോ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പിട്ട്. ഇതിനി നമുക്കൊന്ന് പീൽ ചെയ്തിട്ട് മാഷ് ചെയ്യണം. കുറച്ച് പാലൊഴിക്കാം. നമുക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് കുറച്ച് പെപ്പർ ഇടാം. അപ്പം നമ്മുടെ പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്സിക്കവും ടൊമാറ്റോയും കട്ട് ചെയ്യാം.
നമ്മുടെ സ്റ്റഫ് ചെയ്യാനുള്ള മത്തങ്ങ കട്ട് ചെയ്യാം നമുക്ക്. ഈ കുരുവൊക്കെ എടുത്ത് മാറ്റണം. ഇതൊക്കെ നമ്മുടെ അടുത്ത സീസണിലേക്കുള്ള സീഡ്സാണ് കേട്ടോ. ഈ സീഡ്സ് എല്ലാം നമ്മൾ എടുത്തു വെക്കും, ഇതെല്ലാം നടും. പക്ഷേ നമുക്ക് 1-2 തൈകളെ നമുക്ക് നമ്മുടെ പശുക്കളുടെ ഇടയിൽ നിന്ന് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ ഈ പംകിൻ്റെ സീഡ് നമുക്ക് റോസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പംകിൻ്റെ അകമെല്ലാം ഇപ്പം ക്ലീനായി. ഇനിയിപ്പം നമുക്ക് സ്റ്റഫ് ചെയ്യാൻ തുടങ്ങാം. നമുക്ക് ആദ്യം ഒരു ലെയർ ചീസ് വെച്ച് കൊടുക്കാം. നമുക്ക് അടുത്തായി പൊട്ടറ്റോ വെക്കാം. അടുത്ത ലെയർ ചീസ്. Tomato, capsicum, അപ്പോൾ നമ്മൾ പംകിൻ സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഇനിയും കൊണ്ട് തീയിൽ വെക്കാം. നമ്മുടെ മത്തൻ ബാർബിക്യൂ ചെയ്യാൻ നമ്മൾ വാഴയിലയിലാണ് പൊതിയുന്നത്. അതിന് വേണ്ടിയുള്ള വാഴയിലയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഈ നാര് കളയണം പൊതിയാനുള്ള എളുപ്പത്തിന്. ഇത് കെട്ടാൻ വേണ്ടി ഒരു വള്ളി പറിക്കാം. ഒന്നുമില്ല, നമുക്ക് കത്തിച്ച് കളയാൻ വേണ്ടിയുള്ള സാധനമാണ്. എന്നാലും ചുമ്മാ ഒരു അപ്പം നമ്മുടെ മത്തൻ വാഴയിലക്കകത്തൊക്കെ പൊതിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉദ്ദേശം ഇത് കത്തിക്കാമെന്ന് തന്നെയാണ്. പിന്നെ ചുമ്മാ ഒരിച്ചിരി ഡയറക്റ്റായിട്ട് ചൂടടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചുമ്മാ ഒന്ന് കെട്ടിയെന്നേ ഉള്ളൂ. മത്തനെ നമ്മൾ രക്ഷപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. മത്തൻ റെഡിയായെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. മഴയിലെല്ലാം കത്തിപ്പോയിട്ടുണ്ട്, സൈഡിലത്തെ മാത്രമേ ഉള്ളൂ. നല്ല ചൂടാ.
ഇവിടെ ഫോർക്കിട്ട് കുത്തുമ്പോൾ നന്നായിട്ട് കുത്ത് കൊള്ളുന്നുണ്ട്. പുറമൊക്കെ ആയിട്ടുണ്ട്, ഇനി അകത്തെ കാര്യം നമുക്ക് അറിയത്തില്ല. നമുക്ക് തുറന്ന് നോക്കാം. ചീസൊക്കെ ഉരുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംഭവം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടായിരിക്കും. എടുക്കാം. ബീഫ് കിട്ടിയില്ല. കൊള്ളാം കേട്ടോ, സംഭവം അടിപൊളിയാവും. നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. എനിക്ക് ബീഫ് കുറച്ചേ കിട്ടിയുള്ളൂ, ബീഫ് അടിയില്ല. പക്ഷേ അതെല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുമ്പോൾ, ചീസും കൂടെ വരുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലപോലെ വെന്തിട്ടുണ്ട്. ചീസാണ്. ബീഫ് എടുത്തോ? കാണിയില്ല. ബീഫ് കിട്ടി. എങ്ങനെയുണ്ട്? ഓ, ഇത്രയും വിചാരിച്ചത് കേട്ടോ. ഞാൻ വിചാരിച്ച സംഭവം ഫ്ലോപ്പ് ആവുന്നു. കഴിച്ചു നോക്കാം. പിടിച്ച സൂപ്പറാ. ചീസിൻ്റെയും പൊട്ടറ്റോടെയൊക്കെ ടേസ്റ്റ് നല്ല പോലെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊരു രസമാണ്. അതൊരു ഞായറാഴ്ച നമ്മൾ ഇതുപോലെ പറമ്പിൻ്റെ പുറകെ വന്നിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ബാർബക്യൂ ചെയ്ത് അതിൻ്റെ ഒരു അതൊരു രസമാണ്. പിന്നെ സംഭവം ശരിയായാലും ഇല്ലെങ്കിലും അത് രസമാണെന്നുള്ളതാണ്. പക്ഷേ ഇതിപ്പോൾ സംഭവം ശരിയായി. ഇത് സംഭവം ആദ്യമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ഇത് ശരിയാവുമോ അല്ലേ? സാധാരണ നമ്മളെല്ലാം ചാനലിൽ കാണിക്കുമ്പോൾ ഒന്ന് ട്രയൽ ചെയ്തിട്ടാണ് അത് വരുന്നത്. ഇത് നമ്മുടെ 30ാമത്തെ ഐറ്റം അല്ലേ? അത് 31. ഇതിനു മുമ്പ് ചെയ്ത എല്ലാ ഐറ്റവും നമ്മൾ ട്രയൽ ചെയ്ത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാണ് ചെയ്തത്. ഇതാണ് ആദ്യമായിട്ട് നേരെ വന്ന് ഇതിൻ്റെ മുമ്പേ ചെയ്യുന്നത്, നേരെ ക്യാമറയുടെ മുമ്പിൽ ചെയ്യുന്ന ആദ്യത്തെ ഐറ്റം. സംഭവം അടിപൊളിയായി. ഞാൻ ക്യാമറ ഒരു വീബ്ലെസ് മൗണ്ട് ചെയ്തായിരുന്നു. അപ്പോൾ അത് ശരിക്കും പാറയുടെ മുകളിൽ വെച്ചിട്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ ഒരു സെറ്റപ്പ് ഇല്ലായിരുന്നു. അതാണ് ഞങ്ങളിങ്ങനെ നിന്നുകൊണ്ട് കൈ പിടിച്ചുകൊണ്ട് കഴിച്ചത്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഞങ്ങളത് കട്ട് ചെയ്ത് കഴിച്ചു. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബീഫ് ബർഗറൊക്കെ കഴിക്കുന്ന പോലത്തെ ടേസ്റ്റാണ്. ബീഫും ചീസും ക്യാപ്സിക്കും ടൊമാറ്റോ എല്ലാം കൂടെ വരുമ്പം ഒരു ബർഗറിനകത്തെ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ടേസ്റ്റാണ് വരുന്നത്. ബർഗർ ബണ്ണിന് പകരം നമ്മൾ പംകിൻ. അതെ, പിന്നെ പംകിന് പ്രത്യേകിച്ച് വികാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ശരിക്കും ആ ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റാണ് വന്നത്. ഞങ്ങൾ സാധാരണ പറയുന്ന പോലെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലല്ല. അതിൽ ഒന്നുകിൽ വെളിയിൽ പോയിട്ട് ഔട്ട്ഡോറായിട്ട് ഇതുപോലെ ഒരു വീക്കെൻഡൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ പറമ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ അവിടെ ഒരു ബാർബക്യൂ ഒക്കെ സെറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അല്ലെങ്കിൽ വീട്ടിനകത്താണെങ്കിൽ അവനകത്ത് ചെയ്യാൻ പറ്റും. അവനകത്ത് ശരിയാണ്, വീട്ടിൽ ചെയ്യാൻ പറ്റും. ഞങ്ങൾ പുറത്ത് ഇപ്പോൾ മത്തൻ ലാസ്റ്റിൽ വേവിച്ചില്ലേ തീക്കകത്ത്, അത് ചെയ്യാൻ ഏകദേശം 2-2.5 മണിക്കൂർ എടുത്തു. പതുക്കെ തീ കൊടുത്ത് അത് ഫുള്ള് വെന്ത് വരാൻ 2.5 മണിക്കൂർ എടുത്ത്. അതാ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ FBയിലോ ഇൻസ്റ്റയിലോ അതിൻ്റെ ഒരു പിക്ചർ പോസ്റ്റ് ചെയ്താൽ ഞങ്ങളതിന് ടാഗ് ചെയ്യുക. അല്ലെങ്കിൽ വാട്സാപ്പ് ഉണ്ട്, അപ്പം ഞങ്ങൾക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് ചെയ്യാം. ഞാൻ എൻ്റെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഹായ്, നമസ്കാരം. ഡ്രൈവ് ഡെലീഷ്യയുടെ മറ്റൊരു ഔട്ട്ഡോർ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡ്രൈവ് ഡെലീഷ്യയുടെ മറ്റൊരു സ്വന്തം റെസിപ്പിയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. മത്തൻ ബീഫ് ബാർബിക്യൂ. ഇന്ന് നമ്മൾ വല്ലതും കയറി പറിച്ചെങ്കിലേ ഉള്ളൂ. പിന്നെ ചാമ്പയ്ക്കാണെങ്കിൽ ഇവർക്ക് എത്തുന്നതെല്ലാം ഇവർ കഴിക്കും, ബാക്കിയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ചെറിയ ചാമ്പയെന്നൊന്നും ഒന്നും കിട്ടത്തില്ല. ഇടി വരുന്നുണ്ട്, ഇടി. ഇതാണ് ഇടിയുടെ താരം. നമ്മൾ ഇതിനകത്ത് കൂടെ കരിയാപ്പിലയും വെളുത്തുള്ളിയും